ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നീട് ഒരിക്കലും ഓർമ്മ തിരിച്ചു കിട്ടിയാൽ പോലും അവക്ക് സച്ചിയുടെ ഭാര്യയെ തിരിച്ചു പോകാൻ കഴിയരുത്. ഇതാണ് അവരോടുള്ള എന്റെ പ്രതികാരം. മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ലമ്മേ. രാജീവ് അനുഭവിക്കുന്ന വേദന വളരെ വലുതാ, അല്ലേ അമ്മേ? ശരിയാ മോളെ. സത്യം പറഞ്ഞ രാജീവ് ശിശിരയെ കല്യാണം കഴിക്കുന്നത് എനിക്കും ഗോകുലൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അവന്റെ കാര്യം ഓർക്കുമ്പോ ഉള്ളിലൊരു വേദനയാ. അത് മരുമകനായതുകൊണ്ടല്ല, ഒരു മനുഷ്യജീവിയല്ലേ. എന്ത് വൈരാഗ്യത്തിന്റെ പേരിലായാലും അവൻ ഇങ്ങനെ ചെയ്യാവോ? ഇത് ചെയ്തത് ആരായാലും അവർ ഗുണം പിടിക്കത്തില്ല. പോലീസുകാരല്ലേ അമ്മേ, ശത്രുക്കൾ ഒരുപാടുണ്ടാവും. ആരാ എന്താന്നൊക്കെ നമ്മളെങ്ങനെ അറിയും? ഇപ്പൊ 2 ദിവസമായിട്ട് ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട്. പതുക്കൊന്ന് ഇരിക്കാനും എഴുന്നേക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം അമ്മയോട് തുറന്നു ചോദിക്കട്ടെ? എന്നോട് വിഷമമൊന്നും തോന്നരുത്. എന്താ മോളെ? ഞാനെന്തിനാ മോളോട് വിഷമിക്കുന്നേ? ഞാൻ എങ്ങനെ ഇത് അറിഞ്ഞു എന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അറിഞ്ഞു എന്ന് മാത്രം കരുതിയാ മതി. സമൃദ്ധയുടെയും ഗോകുലിന്റെയും കാര്യ. അവരെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്നല്ലേ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. മോൾ എന്താ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷേ മോൾ ഇപ്പൊ പറഞ്ഞത് സത്യ. അമ്മ, എനിക്കെല്ലാം അറിയാം. സമൃദ്ധ ഈ വീട്ടിൽ എങ്ങനെ എത്തിയെന്നും ഇപ്പൊ ജീവിക്കുന്നത് എങ്ങനെയാണെന്നും എല്ലാം. അതിലൊരു തെറ്റുമില്ല. സത്യത്തിൽ ഒരു നല്ല കാര്യം തന്നെയാണ് നിങ്ങളെല്ലാരും ചെയ്തത്. ആരാ എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും മരിച്ചുപോയ സ്വന്തം മരുമകളുടെ സ്ഥാനത്ത് അവക്കൊരു അഭയം കൊടുത്തല്ലോ. സാധാരണ അമ്മമാരാണെങ്കിൽ അതിന് സമ്മതിക്കാറില്ല. പക്ഷേ അമ്മ സമ്മതിച്ചു. അതാ അമ്മയുടെ വലിയ മനസ്സ്. സത്യം പറയാലോ മോളെ, യഥാർത്ഥത്തിൽ സമൃദ്ധയ്ക്കല്ല അഭയം കിട്ടിയത്. ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുക ചെയ്തത്. തകർച്ചയിൽ നിന്ന് എന്റെ മോനെ അവളെ രക്ഷപ്പെടുത്തി. ഞങ്ങളാ നന്ദി പറയേണ്ടത്. സമൃദ്ധ അല്ല, പഴയ ഇസബെല്ലയ്ക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു അല്ലേ? അതെ മോളെ, അവളൊരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. അല്ല, മോളോടാരാ ഇതൊക്കെ പറഞ്ഞത്? പറഞ്ഞത് ആരായാലും ഞാനിതറിയുന്നത് കൊണ്ട് അമ്മയ്ക്കും ഈ കുടുംബത്തിലുള്ള വേറെ ആർക്കും ഒരു ദോഷവും സംഭവിക്കില്ല. ഞാനിത് ഒരാളോട് പോലും പറയാനും പോകുന്നില്ല. കാരണം നിങ്ങളിപ്പോ എന്റെ സ്വന്തം കുടുംബം തന്നെയാ. എന്ത് കാര്യത്തിനും അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. ഒന്നോർക്കുമ്പോ ചെയ്തത് തെറ്റാ. സമൃദ്ധിയുടെ ബന്ധുക്കളെ കണ്ടുപിടിച്ച് എന്നെ അവളെ തിരിച്ചേൽപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്റെ മോനോടുള്ള സ്നേഹം കാരണം ഞാൻ അന്ധയായിപ്പോയി. ഇസബെല്ലയുടെ മരണത്തിന്റെ തകർച്ചയിൽ നിന്ന് കരകയറി വന്നപ്പോഴേക്കും അവൾ ഈ കുടുംബത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. പിന്നെ എന്ത് ചെയ്യും? എല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പം നന്നായില്ലേ? ചില തെറ്റുകളൊക്കെ ഇങ്ങനെയാ ശരികളായി മാറുന്നത്. പിന്നെ ഞാനിത് അറിഞ്ഞ കാര്യം അമ്മ ആരോടും പറയാൻ പോണ്ട. പ്രത്യേകിച്ചും ഗോകുലിനോടും സമൃദ്ധയോടും. വിശ്വസിക്കാവുന്ന ഒരാളോട് മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വെച്ചപ്പോ സത്യത്തിലിപ്പോ ഒരാശ്വാസം തോന്നുന്നുണ്ട്. ഇനി അവര് തമ്മില് ഒന്നിക്കണം. അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ പഴയ താലിമാല മാറ്റി എന്റെ മോൻ അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടണം. പക്ഷേ 1-2 തവണ ഞങ്ങൾ അതിന് ശ്രമിച്ചു. അവള് സമ്മതിക്കുന്നില്ല. ആ താലിമാലയിൽ ഇപ്പോഴും അവളുടെ മനസ്സുടക്കി കിടക്കുക. ഇനി അമ്മ പേടിക്കണ്ട. ഇനി അമ്മയുടെ കൂടെ ഞാനുണ്ട്. ഗോകുലിനെ സമൃദ്ധയെ ഒന്നിപ്പിക്കുന്ന കാര്യം അമ്മ എനിക്ക് വിട്ടേക്ക്.
ആ കാര്യം ഞാൻ ഏറ്റു. മോൾക്കെങ്കിലും അങ്ങനെ തോന്നിയല്ലോ. ഒരിക്കലും പിരിയാത്ത ഇണക്കുരുവികളായിരുന്നല്ലോ സച്ചി അർച്ചനെ. ഇത്രയും വർഷങ്ങളായിട്ട് പോലും മനസ്സുകൊണ്ട് അവരെ പിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഓർമ്മ തിരിച്ചു വന്നാ അവള് സച്ചിയെ തേടിപ്പോവും, അതുറപ്പാ. അതിനു മുമ്പേ അവളെ വേറൊരുത്തന്റെ ഭാര്യയാക്കണം. പിന്നീട് ഒരിക്കലും ഓർമ്മ തിരിച്ചു കിട്ടിയാൽ പോലും അവക്ക് സച്ചിയുടെ ഭാര്യയെ തിരിച്ചു പോകാൻ കഴിയരുത്. ഇതാണ് അവരോടുള്ള എന്റെ പ്രതികാരം. മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ലമ്മേ. ഞാൻ പെട്ടെന്നേ അമ്മ ഉള്ളി കൊണ്ടുനടക്കുന്ന സങ്കടം എത്ര വലുതാണെന്ന് ആലോചിച്ചതാ. സാരമില്ല, ഇനി ഞാനുണ്ടല്ലോ അമ്മയുടെ കൂടെ. അവരെ തമ്മിൽ നമുക്കൊന്നിപ്പിക്കാം, നിയമപരമായി കല്യാണവും കഴിപ്പിക്കാം. അവരുടെ കാര്യത്തിൽ അമ്മ വിചാരിക്കുന്ന എന്തും ഞാൻ ചെയ്തുതരാം. എന്റെ കൂടെ നിന്നാ മാത്രം മതി. എന്റെ മോൾക്ക് 100 പുണ്യം കിട്ടും. ഇക്കാര്യത്തിൽ എനിക്ക് ഒരു പുണ്യവും വേണ്ട. അമ്മയുടെ ഈ കുടുംബത്തിന്റെ സന്തോഷം മാത്രം മതി. ആ പിന്നെ ചായക്ക് നല്ല രുചിയുണ്ട് കേട്ടോ. ഇങ്ങനെ ചായയിടാൻ സമൃദ്ധിയെ പഠിപ്പിച്ചത്. അർച്ചനെ, ഇനി നിന്റെയും ഗോകുലിന്റെയും കല്യാണം നടത്തിയിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങും. എത്രയേട്ടാ? സച്ചി എവിടെ? ഞാൻ കുറെ തവണ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. സച്ചിക്ക് എന്തു പറ്റി? അവൻ മുറിയിൽ വളരെ വിഷമിച്ചിരിക്കുക. സന്ദീപും സച്ചിയും തമ്മിൽ ഇപ്പൊ കടുത്ത ശത്രുക്കളായി. ഇത്ര നാളും അവര് തമ്മിൽ പരസ്പരം ഒരു വഴക്ക് പോലും ഇല്ലായിരുന്നു. എന്ത് കാര്യമാണെങ്കിലും അവർ തമ്മിൽ പരസ്പരം ആലോചിച്ചേ ചെയ്യത്തുള്ളായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഞങ്ങളെ തകർത്തവരുടെ കൂടെ സന്ദീപ് നിൽക്കുന്നത് സച്ചി എങ്ങനെയാ സഹിക്കുന്നത്?